ഐസ്ക്രീം ഇഷ്ടമാണോ? എന്നാൽ ഒരു ഐസ്ക്രീം കഴിച്ചാലോ? കോഴിക്കോടാണ് നാച്ചുറൽസ്. കൂട്ടുകാർക്കിടയിൽ ഇവന് നല്ല പേരാണ്. എല്ലാവരും ഇവിടെ വന്ന് കഴിച്ചതിൻ്റെ അഭിപ്രായങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒന്ന് കഴിച്ചു കളയാം എന്ന് കരുതി. ഇല്ലായ്മയിൽ നിന്നും വിജയത്തിലേക്ക് നടന്നു കയറിയ ഒരു മംഗലാപുരത്തുകാരൻ്റെ ചരിത്രമുണ്ട് നാച്ചുറൽസിന്. കോഴിക്കോട് മാവൂർ റോഡിൽ കോട്ടൂളിയിലാണ് നാച്ചുറൽ സ്ഥിതി ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ ഒട്ടനേകം ഫ്ലേവറുകളുടെ ഐസ്ക്രീമുകൾ നിരനിരയായി വെച്ചിരിക്കുന്നത് കാണാം. മെനു കാർഡിൽ നോക്കി ഏതാ വേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ. ജാക്ക് ഫ്രൂട്ട് പെട്ടെന്ന് കണ്ണിലുടക്കി. നമ്മുടെ നാട്ടിലെ ചക്കയ്ക്ക് ഇത്രയേറെ ഫാൻസ് ഉണ്ടോ? ഒന്ന് കഴിച്ചു കളയാം എന്ന് കരുതി ആദ്യമായാണ് ചക്ക ഐസ്ക്രീം കഴിക്കുന്നത്. കോവിഡ് കാലത്ത് ഒരുപാട് മനുഷ്യരുടെ ആശ്രയമായിരുന്നു ചക്ക. ഒന്നും നോക്കിയില്ല, പരീക്ഷിച്ചു കളയാം എന്ന് തന്നെയായി. വരിക്ക ചക്കയാണെന്ന് തോന്നുന്നു. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അവിടെ ഇവിടെയായി വെച്ചിരിക്കുന്നു. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഓർമ്മയുടെ പിന്നാമ്പുറത്ത് എപ്പോഴെങ്കിലും ഈ ചക്കയ്ക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ടാവും എന്ന് ഓർക്കുക. ഏതെങ്കിലും 2 എണ്ണം ട്രൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഒരു കപ്പ് മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. 85 രൂപയായി. രണ്ടാമത് ഏത് കഴിക്കും എന്നതിന് ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. ടെൻഡർ കോക്കനട്ട്, അതെ, ഇളനീർ. വലിയ ഫാൻ ബേസുള്ള ഒരാളാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഐസ്ക്രീമുകളിൽ ഇവന് സ്ഥാനമുണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് ഇവൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. ഒരുപാട് ആളുകൾ വന്നു പോകുന്നു. പാർസലായിട്ടും ഇവിടെ നിന്ന് ഐസ്ക്രീം കൊണ്ടുപോകുന്നുണ്ട്. 30 മിനിറ്റ് വരെ തണുപ്പ് പോവാതെ ഐസ്ക്രീം നിൽക്കും എന്ന് കടക്കാരൻ പറഞ്ഞു. ഇവിടെ നിന്ന് കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു തവണയെങ്കിലും കഴിച്ചിരിക്കണം, എവിടെ നിന്നെങ്കിലും.